ഹലോ, ഇന്നത്തെ റെസിപ്പി വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടും നമുക്ക് ഡിന്നറായിട്ടുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വെജിറ്റബിൾസും ആട്ടപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പീസ് തന്നെ കഴിച്ചാൽ മതി വയറ് നിറയാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇത് ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സാധാ ദോശമാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. നമ്മൾ നേരത്തൊക്കെ ഉണ്ടാക്കിയില്ലേ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു തവി വെച്ച് ഇങ്ങനെ നിരത്തി ചുട്ടെടുക്കുന്ന ആ ഒരു പരുവം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പരുവം സാധാ ദോശമാവിൻ്റെ പരുവം തന്നെയാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു ഫില്ലിംഗ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 6 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പോളം ക്യാരറ്റ്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് മല്ലിയില അരിഞ്ഞത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിഷ് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇതൊക്കെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ടിക്കാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് തിന്നായിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് കട്ടിക്ക് തന്നെ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു രീതിയിൽ 2ഓ 3ഓ തവി മാവ് ഒഴിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ട് കുക്കാകുന്ന വരെ ഇതൊന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മുട്ടക്കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു മുട്ടക്കൂട്ടും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട. അതിൻ്റേതായ രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫുള്ളായിട്ട് തന്നെ മാവും അതുപോലെ മുട്ടക്കൂട്ടും ഒക്കെ ഫുള്ളായിട്ട് എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് തിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കട്ടിക്കൊഴിച്ച് കൊടുക്കുമ്പോൾ കുക്കായി കിട്ടാനൊരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. 2 രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ളൊരു ദോശയായിട്ടും നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ കട്ടിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുകൾ ഭാഗം ഫ്ലെയിം കുറച്ച് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേറൊരു തവയിലോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗം അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ കളർ മാറാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേറൊരു തവയിലോട്ട് ഇത് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള തവയിലോട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 1 മിനിറ്റൊക്കെ കൊണ്ട് ഇത് മറ്റേ ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മളിതിലോട്ട് വെജിറ്റബിൾ മിക്സും മുട്ടയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തിന്നായിട്ട് ഓരോ ദോശയായിട്ട് വേണമെങ്കിലും ലെയർ ചെയ്തിട്ട് മുട്ടക്കൂട്ട് 1 തവി എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എഗ് ലെയർ ദോശ ഒക്കെ ചെയ്തില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് കൊടുത്തു വിടാനും വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്.